ഇനി ഇന്ത്യക്ക് ഈ വേൾഡ് കപ്പിൽ ആകെ കൂടി 2 മത്സരം മാത്രമാണ് അവശേഷിക്കുന്നത്, സെമി ഫൈനൽ, ഫൈനൽ. പക്ഷേ ഇതുവരെ സഞ്ജു സാംസണിന് ഒരവസരം കൊടുത്തിട്ടില്ല. ഇനി സെമിയിലെങ്കിലും സഞ്ജുവിനെ ഇറക്കുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇപ്പോഴിതെന്ന് ഓസീസുമായിട്ട് കളി ജയിച്ച് കോച്ച് ദ്രാവിഡ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓസ്ട്രേലിയൻ ടീമിനെതിരെ 205 റൺസാണ് ഇന്ത്യ അടിച്ചുകൂട്ടിയത്. പിന്നീട് സെക്കൻഡ് ബാറ്റിങ്ങിൽ ഓസ്ട്രേലിയ മുട്ടുമടക്കി 24 റൺസിൻ്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ന് കളി ജയിച്ച് കോച്ച് ദ്രാവിഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ ടീം ഇപ്പോൾ മികച്ചവരാണ്, പ്രത്യേകിച്ച് രോഹിത് ശർമ്മ. അവൻ്റെ കളിരീതി എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അവന് മാത്രമാണ് ഓപ്പണിങ്ങിൽ ഇങ്ങനെ കളിക്കാൻ സാധിക്കുകയുള്ളൂ. കോഹ്ലി ഡെക്കിൽ പുറത്തായത് ഞങ്ങൾക്ക് തിരിച്ചടിയാവുന്നുണ്ട്. ഓപ്പണിങ്ങിലാണ് ഞങ്ങൾക്ക് പണിയാവുന്നത്. ഞങ്ങളിപ്പോൾ സെമിയിൽ എത്തിയിരിക്കുകയാണ്. സെമി ഫൈനലിൽ ചില മാറ്റങ്ങൾ വന്നേക്കും, കാരണം ഞങ്ങളുടെ എതിരാളികൾ ഇംഗ്ലണ്ടാണ്. അവർക്കെതിരെ കളിക്കുമ്പോൾ സൂക്ഷിക്കണം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ സെമിയിലാണ് ഇംഗ്ലണ്ടുമായിട്ട് ഞങ്ങൾ തോറ്റിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സെമിയിൽ ചിലപ്പോൾ ടീമിൽ മാറ്റം വരുത്തും. ഒരുപക്ഷെ സഞ്ജുവോ, ജയ്സ്വാളോ, ചഹലോ കളിക്കും. ഇതിലെ ആരെയെങ്കിലും ഞങ്ങൾ പ്ലേയിങ് 11-ൽ കൊണ്ടുവരും. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മാച്ചിൽ ഇന്ത്യൻ ടീം ഇങ്ങനെ തന്നെ കളിക്കുമെന്ന് ദ്രാവിഡ് വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഇന്ത്യ സെമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി 2 മത്സരങ്ങൾ ജയിച്ചാൽ ഇന്ത്യക്ക് വേൾഡ് കപ്പിൽ മുത്തമിടാം. ഒരുപാട് വർഷമായി ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കിയിട്ട്. 2007-ലാണ് ധോണി ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിത്തന്നത്. പിന്നീട് ഇന്ത്യക്ക് കപ്പ് ലഭിച്ചിട്ടില്ല. ഇപ്രാവശ്യം രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ കപ്പ് നേടുമെന്നാണ് ആരാധകർ കരുതുന്നത്. പക്ഷേ ഇതുവരെ സഞ്ജുവിന് ഒരു അവസരം കൊടുത്തിട്ടില്ല. വേൾഡ് കപ്പിലെ സൈഡ് ബെഞ്ചിലാണ് സഞ്ജുവിൻ്റെ സ്ഥാനം. ഒരുപക്ഷെ കോച്ച് ദ്രാവിഡ് പറഞ്ഞതുപോലെ സെമിയിൽ ചിലപ്പോൾ സഞ്ജുവിന് അവസരം കൊടുത്തേക്കാം. എന്തായാലും ഓസ്ട്രേലിയ പുറത്തായിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.